ദൈവത്തെ നീ സ്നേഹിച്ചെന്നാൽ അമ്മയെ പോൽ തോളിലേറ്റും. ഇന്ന് യേശു ഒരു വിപ്ലവകരമായ കാര്യം ചെയ്തു. അത് ചെയ്തപ്പോൾ സിനഗോഗ് അധികാരികളൊന്ന് യേശുവിനെ തടഞ്ഞെന്ന് മാത്രമല്ല, അവർ നിയമങ്ങൾ വെച്ച് യേശുവിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് കാരണം അത്രയും കാലം അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ രോഗിണി എന്നാണ് സുവിശേഷം വ്യക്തമാക്കുന്നത്. 18 വർഷം അവൾ കൂനോടെയായിരുന്നു നിന്നത്. മനുഷ്യരുടെ മുമ്പിൽ തലകുനിച്ചാണ് നിന്നത്. അവൾ അവരുടെ മുമ്പിൽ നിവർന്നു നിന്നിട്ടില്ല. എന്നാൽ അവളുടെ രോഗത്തെ മാറ്റി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് യേശു അവളെ സഹായിച്ചത് സമൂഹത്തിന് മുമ്പിൽ നിവർന്നു നിൽക്കാനാണ്. അവളുടെ മുമ്പിലുള്ള മനുഷ്യരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാനാണ്. അങ്ങനെ ഒരു സമൂഹത്തിന് മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ ഒരായുസിൻ്റെ പകുതിയോളം കുനിഞ്ഞു നിന്ന ഒരു സ്ത്രീയെ ക്രിസ്തു നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചു. അവൾ ഒരു വാക്കുപോലും ആവശ്യപ്പെടാതെ, അത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വേദനയാണെന്നും കണ്ണുനീരാണെന്നും അറിഞ്ഞുകൊണ്ട് ക്രിസ്തു അവളെ പോയി തൊട്ട് അവളെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചു. എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തു ഒരു സോഷ്യൽ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും മനോഹരമായ അത്ഭുതങ്ങളുള്ളത് ഇത് തന്നെയാണ്. ഇതൊരു വ്യക്തിക്ക് ലഭിച്ച സൗഖ്യമല്ല, ഒരു വ്യക്തിയോടുള്ള സൗഖ്യമല്ല, മറിച്ച് ഒരു സമൂഹത്തിനോടുള്ള സൗഖ്യമാണ്, സമൂഹത്തിലുള്ള അത്ഭുതമാണ്. ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, സഭ എന്തുകൊണ്ടാണ് സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുന്നത്? സഭ എന്തുകൊണ്ടാണ് സമുദായങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? അതിൻ്റെ കൃത്യമായ ഉത്തരം ഇന്നത്തെ സുവിശേഷമാണ്. കാര്യം, വിളിമ്പിൽ നിൽക്കുന്ന മനുഷ്യരും തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത മനുഷ്യരും സമൂഹത്തിൽ കൂനിപ്പോയ മനുഷ്യരും ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കുക കൂടി ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം. എല്ലാവരും തുല്യരാണെന്നും മനുഷ്യർ നിവർന്നു നിൽക്കാൻ കഴിയുന്നവരാണെന്നുമുള്ള ഒരു ബോധ്യം ക്രിസ്തു തൻ്റെ കൂടെയുള്ള മനുഷ്യർക്കും അവൻ കണ്ണിൽ കണ്ട മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്. അതേ കണക്ക് ഈ സമൂഹത്തിൽ, സമുദായങ്ങളിൽ കുറവുള്ള മനുഷ്യർ, വീണുപോയ മനുഷ്യർ, നിവർന്നു നിൽക്കാൻ കഴിവില്ലാത്ത മനുഷ്യർ, അവരെയൊക്കെ സഭ എണീപ്പിച്ച് നിർത്തും. അവരെ മറ്റുള്ള മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിക്കും. അതിനുവേണ്ടി ചിലപ്പോൾ സ്വരമുയർത്തും, അതിനുവേണ്ടി ചിലപ്പോൾ സമരം ചെയ്യും. അത് ക്രിസ്തുവിൻ്റെ ദൗത്യം കൂടിയാണ്. കാര്യം, ആരും ആരുടെയും മുമ്പിൽ കുനിയരുതെന്നും ആരും ആരുടെയും മുമ്പിൽ ഒരിക്കലും യാചനയോടെ നിൽക്കരുതെന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങളാണ്. ഒരു സോഷ്യൽ പ്രോബ്ലത്തെ ക്രിസ്തു അഡ്രസ്സ് ചെയ്തപ്പോൾ മുമ്പിൽ നിന്ന അധികാരികൾക്ക് അത് പിടിച്ചില്ല. അന്ന് ഭരണം നടത്തിയിരുന്നവർക്ക് അത്ര രസിച്ചില്ല. അവർ ചോദ്യം ചെയ്തു. അവർക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അവരതിലൊക്കെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മുമ്പിലൊരാൾ കുനിഞ്ഞു നിൽക്കുമ്പോൾ, തൻ്റെ മുമ്പിലൊരാൾ തലയുയർത്തി നിൽക്കാതിരിക്കുമ്പോൾ അതിനെ ഓർത്ത് സന്തോഷിച്ചൊരു അധികാരവർഗത്തെ ക്രിസ്തു ചോദ്യം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അവർ ക്രിസ്തുവിനോട് തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ സൗഖ്യം കൊടുത്തത്? തീർച്ചയായിട്ടും സഭ പലപ്പോഴും വെല്ലുവിളിക്കപ്പെടുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ് സഭ രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും ഇടപെടുന്നതെന്ന് പല രാഷ്ട്രീയക്കാരും പറഞ്ഞു കേൾക്കുമ്പോൾ അതിനുള്ള ഉത്തരവും ഇത് തന്നെയാണ്. കാരണം, സമുദായങ്ങൾ ഉണർന്നാൽ, പാവപ്പെട്ടവർ ഉയർന്നു നിൽക്കാൻ പഠിച്ചാൽ അത് എല്ലാവർക്കും അത്ര രസിക്കില്ല. എല്ലാവർക്കും അത് സന്തോഷപ്പെടുന്ന കാര്യമാകില്ല. അവരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിക്കുന്നിടത്ത് സഭയ്ക്കെതിരെ ചോദ്യങ്ങൾ വരും. അതുതന്നെയാണ് പലപ്പോഴും സഭ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയും. എന്നാൽ സഭ സ്വരം നിർത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്വരമാണ് സഭയുടെ സ്വരം. അങ്ങനെ ഒരു അധികാരികൾ ക്രിസ്തുവിനെ നോക്കി ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്? ഞങ്ങൾ ഇതിലൊക്കെ സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ഒരാൾ കുനിഞ്ഞു നിന്നാൽ, ഞങ്ങളുടെ മുമ്പിൽ ഒരാൾ തല ഉയർത്തി നിൽക്കാതിരുന്നാൽ അതിലേക്ക് സന്തോഷിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ മുമ്പിൽ നീ ഇപ്പോൾ മനുഷ്യരെ തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരെ തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊരു സഭയുടെയും രാഷ്ട്രീയപരമായും വിചിന്തനമായി കാണരുത്. ഒരു വീടിനകത്ത് പോലും തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. മക്കൾ മാതാപിതാക്കളുടെ മുമ്പിലോ ജീവിത പങ്കാളികൾ പരസ്പരം സ്നേഹത്തിനിടയിലൊക്കെ ആരും ആരുടെയും മുമ്പിൽ തല കുനിഞ്ഞു നിൽക്കേണ്ട അവസരം ഉണ്ടാകരുത്. സ്നേഹത്തിനിടയിൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തല കുനിഞ്ഞു നിൽക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിനിടയിൽ മനുഷ്യർ തലയുയർത്തുന്ന സംസാരിക്കാനും ഇടപെടാനും തുടങ്ങിയാൽ പരസ്പരം തുല്യതയുടെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആരും ആരുടെയും മുമ്പിൽ തലകുനിഞ്ഞ് നിൽക്കാതിരിക്കട്ടെ. തലകുനിഞ്ഞ് നിൽക്കാൻ നമുക്കൊരു ദൈവമുണ്ടല്ലോ. ഇനി ആരുടെ മുമ്പിൽ തലകുനിയണം? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ നീ മാനിച്ചെന്നാൽ ദൈവം നിന്നെ മാനിച്ചിടും. ദൈവത്തെ നീ സ്നേഹിച്ചെന്നാൽ അമ്മയെ പോൽ തോളിലേറ്റും, അമ്മയെ പോൽ തോളിലേറ്റും.
ദൈവമേകും നിന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രത്യുത്തരം ദൈവമേകും നിന്റെ എല്ലാ യാചനയ്ക്കും കൈ തുറന്ന് നന്മയേകും നിന്റെ എല്ലാ യാചനയ്ക്കും കൈ തുറന്ന് നന്മയേകും കൈ തുറന്ന് നന്മയേകും. ദൈവത്തിന് കാഴ്ചവച്ചാൽ നിന്റെ എല്ലാ നേട്ടങ്ങളും ദൈവത്തിന് കാഴ്ചവച്ചാൽ നിന്റെ എല്ലാ കോട്ടങ്ങളും നേട്ടങ്ങളായി മാറ്റുമവൻ നിന്റെ എല്ലാ കോട്ടങ്ങളും നേട്ടങ്ങളായി മാറ്റുമവൻ നേട്ടങ്ങളായി മാറ്റുമവൻ. നിന്റെ എല്ലാ ചെയ്തികളും ദൈവഹിതം നോക്കിയെന്നാൽ നിന്റെ എല്ലാ ചെയ്തികളും ദൈവഹിതം നോക്കിയെന്നാൽ നിൻ ജീവിത കാലമെല്ലാം ദൈവം നിന്നെ കാത്തുകൊള്ളും നിൻ ജീവിത കാലമെല്ലാം ദൈവം നിന്നെ കാത്തുകൊള്ളും ദൈവം നിന്നെ കാത്തുകൊള്ളും. ദൈവത്തെ നീ മാനിച്ചെന്നാൽ ദൈവം നിന്നെ മാനിച്ചിടും ദൈവത്തെ നീ സ്നേഹിച്ചെന്നാൽ അമ്മയെപ്പോൽ തോളിലേറ്റും അമ്മയെപ്പോൽ തോളിലേറ്റും.